ഹായ് ഫ്രണ്ട്സ്, എന്തെടുക്കുക എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എല്ലാവരും വിചാരിക്കും ഇവർക്ക് കുക്കിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ മറ്റുള്ള വീഡിയോ ഉണ്ടാവും, അത് കുറച്ചായിട്ട് വരും. ഇതിപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിറയെ ദോശ, ഇഡലി, പുട്ട്, ഇടിയപ്പം അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ദോശ ഐറ്റംസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദോശ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. പക്ഷേ അതല്ല. കാരണം എന്താ അറിയോ, ഇപ്പം പാലക്കാടാകുമ്പോൾ ഉഴുന്ന് ചേർത്തിട്ടാണ് ദോശ ഉണ്ടാക്കാറ്. പക്ഷേ കാസർഗോഡാണെങ്കിൽ, അതായത് നീലേശ്വരാണെങ്കിൽ ഉഴുന്ന് ചേർത്ത് ദോശ ഉണ്ടാക്കും. പക്ഷേ അത് എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാക്കില്ല. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നത് ഉഴുന്ന് ചേർക്കാതെ അരി മാത്രം ചേർത്തിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ആ ദോശയായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ പാലക്കാടാണ് ഉള്ളത് പറഞ്ഞില്ലേ. പക്ഷേ പാലക്കാട് രീതിയിൽ പറയുന്നത് എല്ലാവരോടും ചോദിച്ചാൽ, ഇപ്പോൾ ആരോട് ചോദിച്ചാലും അവർ പറയും ആ ദോശയാണ് അല്ലെങ്കിൽ ഇഡ്ഡലിയാണ് പറയും. പക്ഷെ അവരൊക്കെ ദോശ ഉണ്ടാക്കുന്നത് ഉഴുന്ന് മിക്സാക്കി, അരിയിൽ ഉഴുന്ന് മിക്സാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ നാട്ടിലും ഇങ്ങനെ തന്നെ ഉഴുന്ന് മിക്സാക്കിയിട്ട് ദോശ ഉണ്ടാക്കും. പക്ഷേ അത് കൂടാതെ എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് ആ ദോശ. എന്താ വെച്ചാൽ അരി മാത്രം, അതായത് പച്ചരി ഇട്ടിട്ടൊരു ദോശയുണ്ട്. അത് ഭയങ്കര ഫേവറേറ്റാണ്. അത് എന്നോട് കുറേ ആളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ദോശ ഉണ്ടാക്കി നോക്ക്, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഈ ഉഴുന്ന് ചേർത്തുള്ള ദോശ എന്ന് പറയുന്നത് നമുക്ക് തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസം അത് പൊന്തി വന്ന് അതൊക്കെ ഉണ്ടാക്കുക. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് നമുക്ക് രാവിലെ വേഗം അരച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് ഈ പച്ചരി ദോശ പറയുന്നത്. സിമ്പിളായിട്ട്, അതായത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് ഇത്. പാലക്കാട് ഇല്ല കുറേ പേർക്ക് ഈ ദോശയെക്കുറിച്ചിട്ട് അറിയില്ല. കാരണം അത് കാസർഗോഡ് നീലേശ്വരം നാട്ടിലെ സ്റ്റൈലാണ് ആ ദോശ. അത് നമുക്ക് തലേ ദിവസം, ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം ചിക്കൻ കറി, മുട്ടക്കറി, മീൻ കറി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ദോശ നന്നായിട്ട് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഞാൻ എൻ്റെ നീലേശ്വരത്ത് വീട്ടിലോട്ട് പോയാൽ എൻ്റെ അമ്മ എന്നോട് ചോദിക്കും, എന്താ മോളെ വേണ്ടത് ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ പറയും, അമ്മ എനിക്ക് ആ ദോശ മതി. കാരണം എനിക്ക് ആ ദോശ കിട്ടാറില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ദോശ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ ദോശ അമ്മ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ദോശ റെസിപ്പി ഉണ്ടാക്കുന്നത് ഈ പാലക്കാടിൽ എനിക്ക് കുറേ അറിയുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരുപാട് ചേച്ചിമാരെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ചേച്ചിമാർ കുറേ ആൾക്കാരുണ്ട്, നാട്ടിലെ ചേച്ചിമാർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് അത് അറിഞ്ഞിട്ട് അവരും ഉണ്ടാക്കി നോക്കട്ടെ. രാവിലെ ഒരു ഓഫീസിൽ പോകുമ്പോഴൊക്കെ വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. ആ ദോശ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അത് നല്ല ടേസ്റ്റുള്ള ദോശയാണ്. അപ്പം നമുക്ക് ആ ദോശ ഉണ്ടാക്കിയിട്ട് ആ ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, നമുക്ക് ആ ദോശ ഉണ്ടാക്കാം. ആദ്യം ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. പിന്നെ ആ പച്ചരി നമുക്ക് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ട് അതൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് വെക്കാം. മിക്സിയിൽ അതിട്ട് അതിലേക്ക് ഒരു ഉള്ളി എടുത്ത് വെക്കാം. ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ ലേശം തേങ്ങയും മിക്സാക്കാം. പിന്നെ കുറച്ച് അതിനാവശ്യമായ ഉപ്പിടണം. അതായത് പച്ചരി, തേങ്ങ, ഉള്ളി, ഉപ്പ് ഇത് 3ഉം ചേർന്നിട്ടാണ് മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ടത്. ആവശ്യമായ വെള്ളം ചേർക്കണം. അധികം വെള്ളം വേണ്ട, അത് നമുക്ക് പിന്നെ പറയാം. അത് എത്ര വെള്ളം വേണമെന്ന് പിന്നെ പറയാം. ഞാനത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചു. നല്ലോണം മിനുസാവണം കേട്ടോ. ഈ പച്ചരി ദോശയ്ക്ക് നല്ലോണം മിനുസാവണം. പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് ഇന്ന് നോക്കേണ്ടത് വെച്ചാൽ നമ്മളെ ഈ
അരി അരച്ചത് ഉഴുന്ന് ദോശ പോലെയല്ല. അതായത് ഉഴുന്ന് ദോശ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി പോലെയാണ് ദോശമാവ്. പക്ഷേ ഇത് പറയുന്നത് നല്ല കട്ടി ആവാൻ പാടില്ല, അധികം ലൂസും ആവാൻ പാടില്ല. അതിപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് മിക്സ് ആക്കിയിട്ട് വേണം നോക്കാൻ. കാരണം കുറച്ചൊരു നൈസ് പോലെയാണ് വേണ്ടത്, അധികം നൈസല്ല, കുറച്ചൊരു നൈസ് പോലെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അധികം കട്ടിയൊന്നും ആവാൻ പാടില്ല കേട്ടോ. ഇതപ്പോൾ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുകയാണ്. ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ദോശ ഒഴിച്ച് നോക്കാം. ഓക്കെ, ദോശ എങ്ങനെയുണ്ട് ഗൈസ്? ആ ദോശ ഒഴിച്ച് നോക്കി. ഓരോ ബോളായി ഒരു ഡോട്ടായിട്ടാണ് ഈ ദോശ കാണുക. അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുറന്ന് നോക്കാം. ഞാൻ അതിൻ്റെ മേലെ ഒരു ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് തിരിച്ചിടാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് സിമ്പിളായിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ദോശമാവ് പെട്ടെന്ന് കഴിഞ്ഞു, ഉഴുന്ന് മാവ് പെട്ടെന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് ചൂടുവെള്ളത്തിൽ പച്ചരി കുതിർത്തിട്ട് വേഗം അരച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഓഫീസിൽ പോകുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. കറി ഇല്ലെങ്കിൽ നമുക്ക് വെറുതെയും കഴിക്കാൻ പറ്റും. അത്രക്കും ടേസ്റ്റാണ്. കാരണം അതിൻ്റെ ആ ഉള്ളിയുടെയും തേങ്ങയുടെയൊക്കെ ആ ടേസ്റ്റ് ഈ ദോശയിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞ നീലേശ്വരത്തെ ദോശ ഉണ്ടാക്കാറ്. ഇത് നമുക്ക് ദോശക്കല്ലിലാണ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പം. ഞാനിപ്പോൾ പാനാണ് ഇവിടെ എടുത്തത്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് പച്ചരി ദോശ ഉണ്ടാക്കാറ്? ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാടത്തെ എങ്ങനെയാണ് അത് ഉണ്ടാക്കാറ് എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായില്ലേ? ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് പ്ലീസ്. ബൈ ബൈ ബൈ.